മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാനപൂർവ്വം തന്നെ ക്ഷണിച്ചു. അത് ഫുള്ളായിട്ട് നോക്കോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, ജനപ്രതിനിധികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി ആണ് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തൃശ്ശൂരിൽ ഒരു പരിപാടിക്ക് എത്തേണ്ടതുകൊണ്ടാണ് നേരത്തെ സംസാരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോറൂം ഇവിടെ തുറന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമാണ് എന്നാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിലെ തൊട്ട് കൊച്ചി നഗരവാസികൾ എല്ലാവരും കണ്ടു വളർന്ന ഒരു പേരാണ്, കേട്ടു വളർന്ന ഒരു പേരാണ് ജയലക്ഷ്മി എന്നുള്ള പേര്. ഇന്നത് കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു പേരാണ്. വലിയൊരു ബിസിനസ് സംരംഭമാണ്. വളരെ ലളിതമായി തുടങ്ങി നല്ല നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. ഒരു 3 സഹോദരന്മാരുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ, അവരുടെ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന 4000-ലധികം ആളുകളുടെ, അവരെല്ലാവരും ചേർന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ സംരംഭമാണ്. 4000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ. അത് എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു 90% പെൺകുട്ടികളാണ്. വീടുകളിൽ നിന്നെല്ലാം വരുന്ന കുട്ടികളാണ്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ. അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ കൂടി കഴിഞ്ഞ ഒരു വലിയ ഒരു സംരംഭമാണ്. ഏറ്റവും നിലവാരമുള്ള തുണിത്തരങ്ങൾ കൊടുക്കുന്ന, ഒരു അഭിമാനത്തോടു കൂടി ഏറ്റവും നല്ല ഈ ടെക്സ്റ്റൈൽ രംഗത്തെക്കുറിച്ച് വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നിന്ന് നെയ്തെടുക്കുന്ന, ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ലളിതമായും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന, ഞാൻ കേന്ദ്രമന്ത്രിയോട് പറയായിരുന്നു, ഇത്രയും ഭംഗിയായിട്ട് പെരുമാറുന്ന 3 സഹോദരങ്ങൾ വേറെയുണ്ട്. ലാളിത്യമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലാളിത്യമാണ് അവരെ ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമായി വളരട്ടെ. കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്നിരിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാ നന്മകളും ഞാൻ നേരുന്നു. ഇനിയും ഒരുപാട് പഠനം പങ്കെടുത്ത് വലുതായിട്ട് എന്നെ ആശംസിക്കുന്നു. വളരെയധികം നന്ദി സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ തിരക്കുകളുള്ളതിനാൽ അദ്ദേഹം ഇറങ്ങുകയാണ്. ഒരു മികച്ച കൈഡി നൽകി തന്നെ നമ്മുടെ സ്നേഹാദരവ് അദ്ദേഹത്തെ അറിയിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന വലിയ വാക്കുകൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. വളരെയധികം നന്ദി.